പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, സഹോദരരെ, ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും അച്ഛനെ നോക്കി ഒന്ന് സൂപ്പറായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കുറച്ചുകൂടെ സൂപ്പറാക്കി ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നോക്കി ഒന്ന് നന്നായിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുവിശേഷ മഹോത്സവത്തിന്റെ ഈ 4-ാം ദിവസം അച്ഛൻ തുടരുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ദൈവഭയത്തെ കുറിച്ചാണ്. വെരി ഗുഡ്. ദൈവഭയത്തെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവഭയം എന്തുകൊണ്ടാണ് അത് പ്രധാനപ്പെട്ടതാകുന്നത്? നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് ദൈവഭയം. സപ്തദാനങ്ങൾ അച്ഛൻ ആദ്യത്തെ ദിവസം ഇത്തിരി സ്പീഡിൽ സൂചിപ്പിച്ചിരുന്നു. മഹാനായ വിശുദ്ധ ഗ്രിഗറി ഈ സപ്തദാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ സപ്തദാനങ്ങളിൽ തന്നെ സപ്തദാനങ്ങള് ഒരു ഗോവണി പോലെയാണെങ്കിൽ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദൈവഭയമാണ്. കാരണം എന്താണ്? ദൈവഭയം ഉണ്ടെങ്കിലേ നമ്മൾ പള്ളിയിൽ പോവുകയുള്ളൂ. നമ്മൾ പള്ളിയിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? ദൈവഭയം ഉള്ളവനുണ്ട്. ദൈവഭയം ഉണ്ടെങ്കിലേ നമ്മൾ സന്ധ്യാപ്രാർത്ഥന സമയത്ത് ചൊല്ലുള്ളൂ. നമുക്കത് ചൊല്ലാനായിട്ട് ചില ആളുകൾക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? ദൈവഭയം ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവഭയം ഉള്ളവനെ കൊന്തെത്തിക്കാൻ തോന്നുകയുള്ളൂ. ദൈവഭയം ഉള്ളവനെ പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്താൻ പറ്റുകയുള്ളൂ. ദൈവഭയം ഉള്ളവനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. ദൈവഭയമുള്ളവനെ കുമ്പസാരിക്കാൻ പോകാൻ പറ്റുകയുള്ളൂ. ദൈവഭയമുള്ളവനെ ബൈബിള് വായിക്കാൻ തോന്നുകയുള്ളൂ. ദൈവഭയമില്ലെങ്കിൽ ബൈബിള് വായിക്കാൻ തോന്നില്ല, പള്ളി പോകാൻ തോന്നില്ല, കൊന്ത ചെല്ലാൻ തോന്നില്ല, പിന്നെ എന്താണ്, വചനം കേൾക്കാൻ തോന്നില്ല, സ്തുതിക്കാൻ ആരാധിക്കാൻ ഒന്നും തോന്നില്ല. ദൈവഭയം ഉള്ളത്. അതുകൊണ്ടാണ് ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഫിയർ ഓഫ് ഗോഡാണ്, റെവറൻസ് ഓഫ് ഗോഡാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായി പഠിക്കേണ്ട ഒരു കാര്യമാണ് ദൈവഭയം. അതുകൊണ്ടാണ് സങ്കീർത്തകൻ 86-ാം സങ്കീർത്തനം 11-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന കിടക്കുന്നുണ്ട്. ഒന്നെടുത്ത് 86 ഒന്ന് എഴുതി വെച്ചോ. ഇന്നത്തെ ആദ്യത്തെ വചനമാണ് 86-ാം സങ്കീർത്തനം 11-ാമത്തെ തിരുവചനം. ഒരു പ്രാർത്ഥനയാണത്. നമുക്കൊന്ന് വായിക്കാം. കർത്താവേ, കർത്താവേ, ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, കർത്താവേ, കർത്താവേ, ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ഏകാഗ്രമാക്കണമേ. കർത്താവിന്റെ മാർഗത്തിൽ നടക്കാനായിട്ട് കർത്താവ് എന്റെ സത്യത്തിൽ നടക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർത്താവിന്റെ വഴി നമ്മൾ അറിയണം. കർത്താവിന്റെ വഴി എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ദൈവഭയത്തിന്റെ വഴിയാണ്. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അപ്പോ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, ദൈവഭയം എന്ന് പറയുന്ന ആ വഴി എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, നമ്മുടെ ഹൃദയത്തിൽ ദൈവഭയം ഇല്ലെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. മന്ത്രവാദത്തിന് പോകാം, ആഭിചാരത്തിന് പോകാം, കൂടോത്രത്തിന് പോകാം, പിന്നെ ദൈവനാമത്തെ അശുദ്ധമാക്കുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാം, പ്രവർത്തിക്കാം. ഞായറാഴ്ച വിശുദ്ധമായ ദിനങ്ങൾ അശുദ്ധമായി ആചരിക്കാം. മാതാപിതാക്കളെ ബഹുമാനിക്കണ്ട, വ്യഭിചാരം ചെയ്യാം, കൊലപാതകം നടത്താം, കള്ളസാക്ഷ്യം ചെയ്യാം. കാരണം നമ്മുടെ ഹൃദയത്തിൽ എന്തില്ല? ദൈവഭയമില്ല. ദൈവഭയമില്ലെങ്കിൽ നമുക്ക് ഏത് തിന്മയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ പ്രാർത്ഥന ഇങ്ങനെയാണ്, കർത്താവേ, അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ
എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് വീണ്ടും ആ വചനം ഒന്ന് ഏറ്റു പറയാം. കർത്താവേ, കർത്താവേ, അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ സുവിശേഷ മഹോത്സവത്തിന്റെ തീം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടെ വായിക്കാം. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാഷകൻ 32:14. ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞിട്ട് അച്ഛൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് മടങ്ങി പോവാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 34-ാം സങ്കീർത്തനമാണ്. 34-ാം സങ്കീർത്തനത്തിൽ കർത്താവിനെ ഭയപ്പെടുന്ന അവരുടെ ഒരു 12 സവിശേഷതകൾ പറയുന്നുണ്ട്. ഈ സവിശേഷതകൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം പഠിക്കുകയാണ്: ദൈവഭയത്തിൽ എങ്ങനെ ജീവിക്കണം. അതാണ് ഈ സവിശേഷതകൾ പഠിക്കുന്നതിന്റെ ഗുണം. ഹല്ലേലൂയ. നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവഭയത്തിൽ എങ്ങനെ ജീവിക്കണം. അപ്പോൾ ദൈവഭയത്തിൽ ജീവിക്കുന്നവരുടെ 1, 2, 3 സവിശേഷതകളാണ് അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പങ്കുവച്ചത്. എന്തൊക്കെയാണത്? ഒന്നാമതായിട്ട് എന്താണ്? ഉറക്കെ പറഞ്ഞോ. അവർ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരാണ്. എല്ലാ കാര്യങ്ങളിലും അവരാരെ മഹത്വപ്പെടുത്തും? കർത്താവിനെ മഹത്വപ്പെടുത്തും. എല്ലാ ക്രെഡിറ്റും ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളതാണ്. എല്ലാം ഞാനായിട്ടൊന്നും നേടിയിട്ടില്ല, ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല, എല്ലാം കർത്താവിനുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. പൗലോസ്ലീഹ പറയാണ്, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. ഇന്നത്തെ രണ്ടാമത്തെ തിരുവചനം എഴുതി വെച്ചോ. റോമർ 9:16 വായിക്കാം. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. അപ്പോ പൗലോസ്ലീഹ ആരെയാണ് മഹത്വപ്പെടുത്തുന്നത്? എല്ലാ കാര്യത്തിലും കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. മറ്റൊരു വചനം പ്രിയപ്പെട്ടവരെ, കൊറിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനമാണ്. 1 കൊറിന്ത്യസ് 4:7 ഒന്ന് എഴുതി വെച്ചോ. 1 കൊറിന്ത്യസ് chapter 4:7 വായിക്കാം. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? അത്രയും മതി. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞു. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്താണുള്ളത്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദാനമായി ലഭിച്ചതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ കൈ, കാല്, നമ്മുടെ ശരീരം, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശവും ഓരോ തുള്ളി രക്തവും, നമ്മുടെ ഉച്ച മുതൽ ഉളങ്കാൽ, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ മക്കള്, നമ്മുടെ സഹോദരങ്ങള്, നമ്മൾ താമസിക്കുന്ന വീട്, അങ്ങനെ നമുക്കുള്ളതെല്ലാം, നമ്മുടെ കോണ്ടാക്ട്സ്, നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ കഴിവുകൾ, നമ്മുടെ അറിവുകൾ, നമുക്ക് ഇതെല്ലാം എന്താണ്? ദാനമാണ്. ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ. അപ്പോ ഈ ഒരു അവബോധത്തോടുകൂടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നവനാണ് ദൈവഭയമുള്ള മനുഷ്യൻ. ദൈവഭയമില്ലാത്ത മനുഷ്യൻ എന്ത് പറയും? ഇതെല്ലാം ഞാൻ നേടിയെടുത്തതാണ്, ഞാൻ ഇതെല്ലാം കഷ്ടപ്പെട്ട് തലകുത്തി നിന്ന് നേടിയെടുത്തതാണ്. ഒരു കൊച്ചിനോട് അവൻ പറഞ്ഞു, എടി പരീക്ഷയ്ക്ക് നല്ല മാർക്കൊക്കെ കിട്ടിയതല്ലേ, പള്ളിയിൽ പോയി ഈശോയ്ക്ക് നന്ദി പറയുന്നു പറഞ്ഞു. അപ്പൊ അവള് പറയല്ലേ, പിന്നെ കഷ്ടപ്പെട്ട് പഠിച്ചത് ഞാനല്ലേ, കർത്താവല്ലല്ലോ എന്ന്. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിയതിന് കർത്താവിന്റെ അടുത്ത് പോയി നന്ദി പറയേണ്ട കാര്യമൊന്നും ഇല്ല, ഞാനല്ലേ അതിന് കഷ്ടപ്പെട്ട് പഠിച്ചത്. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ച് അച്ഛനിപ്പോ പറയാൻ തുടങ്ങുന്നില്ല. എന്തായാലും എല്ലാ കാര്യങ്ങളിലും നിനക്ക് ദാനമായി ലഭിച്ചതല്ലാതെ
ഒന്നുമില്ല എന്നൊരു ബോധത്തോടു കൂടെ ജീവിക്കുന്നവനാണ് ദൈവഭയമുള്ളവൻ. അത്രയും മതി. രണ്ടാമതായിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? അവർ കർത്താവിനെ അന്വേഷിക്കുന്നവരാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുക, ദൈവത്തിന്റെ നീതി അന്വേഷിക്കുക. എന്താണ് ദൈവത്തിന്റെ രാജ്യം? എന്താണ് ദൈവത്തിന്റെ രാജ്യം? ഈശോയുടെ, വെരി ഗുഡ് സിസ്റ്റർ ഉത്തരം പറയുന്നുണ്ട്, ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളും സാന്നിധ്യവുമാണ് ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞ ജീസസ് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു സീക്ക് ഹിസ് റൈറ്റിയസ്നെസ്, ദൈവത്തിന്റെ നീതി അന്വേഷിക്കുക. നീതി എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ കരം അന്വേഷിക്കുന്നവരല്ല, നമ്മൾ മുഖം അന്വേഷിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ചേ ഈശോയേ, ഈശോയേ. എന്നിട്ട് ഈശോ പറഞ്ഞു, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പം. ആരാണ് അനശ്വരമായ അപ്പം? ഈശോയാണ്. ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. യോഹന്നാൻ 6:27 നമ്മൾ അത് വായിച്ചു. മത്തായി 5:6 ഈശോ വീണ്ടും പറഞ്ഞു, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിനെ അന്വേഷിക്കുന്നവരാണ് ആര്? ദൈവഭയമുള്ളവര്. കർത്താവിനെ ഒരു നിധിയായി കണ്ടെത്തിയിട്ട് മറ്റുള്ളതെല്ലാം ഉപേക്ഷിച്ച് ആ നിധിയുള്ള വയല് സ്വന്തമാക്കുന്നവരാണ് ദൈവഭയമുള്ളവര്. കർത്താവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണെന്ന് തോന്നിയത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും, നമ്മളെല്ലാവരും ഈ കൂടാരത്തിൽ ഇരിക്കുന്നത് ഈ രാത്രിയിൽ എനിക്കേറ്റവും പ്രധാനപ്പെട്ടത് എന്റെ കർത്താവാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. വിളിക്കാം ഈശോയേ, ഈശോയേ. നമ്മളിവിടെ ഇരിക്കുന്നത് ഒരു സാക്ഷ്യമാണ്, നമ്മളിവിടെ ഇരിക്കുന്നത് ഒരു പ്രഖ്യാപനമാണ്. എന്തിന്റെ പ്രഖ്യാപനം? എനിക്ക് ഈ ലോകത്തിലുള്ള മറ്റെല്ലാറ്റിനേക്കാളും വിലയുള്ളത്, പ്രധാനപ്പെട്ടത് എന്റെ ഈശോയാണെന്ന് നമ്മൾ നമ്മുടെ സാന്നിധ്യം കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമുക്ക് എന്തൊക്കെ ഈ സമയത്ത് ചെയ്യാമായിരുന്നു, ഇല്ലേ? ഒന്നുമില്ലെങ്കിൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കായിരുന്നല്ലോ, സീരിയൽ കണ്ടിരിക്കായിരുന്നു, മൊബൈൽ നോക്കിയിരിക്കായിരുന്നു, അല്ലെങ്കിൽ കൊച്ചു വർത്താനം പറഞ്ഞിരിക്കായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് സുഖമായിട്ടിരിക്കായിരുന്നു. പക്ഷെ അതെല്ലാം ഈ ലോകം എനിക്ക് പ്രധാനപ്പെട്ടതല്ല. എന്റെ കർത്താവ്, അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ ആരാധന, അവിടുത്തെ വചനം എനിക്ക് മറ്റെല്ലാറ്റിനേക്കാളും പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞ് കർത്താവിനെ അന്വേഷിച്ച് നിങ്ങൾ ഓരോരുത്തരും, നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവഭയമുള്ളത് കൊണ്ടാണ്, നമ്മൾ കർത്താവിനെ അന്വേഷിക്കുന്നവരായത് കൊണ്ടാണ്. നന്ദി പറയാം. അപ്പോൾ അത് കഴിഞ്ഞു. മൂന്നാമതായി എന്താണ് സിസ്റ്ററെ മൂന്നാമത്തേത്? അവർ കർത്താവിൽ അഭിമാനം കൊള്ളുന്നവരാണ്. നമ്മൾ പറഞ്ഞു, ദാവീദ് രാജാവിനെ കുറിച്ചാണ് പറഞ്ഞത്, ഞാൻ കർത്താവിൽ അഭിമാനം കൊള്ളുന്നു. 34-ാം സങ്കീർത്തനം 2-ാമത്തെ തിരുവചനം, കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എനിക്കുള്ള കൊട്ടാരത്തിലല്ല, സൈന്യബലത്തിലല്ല, കരബലത്തിലല്ല, എന്റെ കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എന്തൊക്കെ നാണക്കേട് ഈ ലോകം എനിക്ക് തന്നാലും, എന്തൊക്കെ അപമാനം ഈ ലോകം എന്റെ മേൽ ചുമത്തിയാലും, ഞാൻ എന്റെ കർത്താവിൽ ആനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരി അവിലയിൽ, അതായത് അച്ഛന്റെ ആശ്രമത്തിൽ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ വ്യാഴാഴ്ചയും വരുന്നൊരു സഹോദരിയാണ്. ഈ സഹോദരിയെ ഒരു ദിവസം ഭർത്താവ് പുച്ഛിക്കുകയാണ്. എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണോ എല്ലാ ആഴ്ചയും കെട്ടിയെടുത്ത് പോകുന്നുണ്ടല്ലോ, ഇല്ലേ? ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ആഴ്ചയും പോകുന്നവരെ ലോകം എന്ത് ചെയ്യും? പരിഹസിക്കും. ഇത്രയും നാള് പോയിട്ട് എന്താണാവോ കിട്ടിയത്? എടി, നീ ഇങ്ങനെ നടന്നിട്ട് നിന്റെ രോഗങ്ങൾ, നിന്റെ പ്രശ്നങ്ങളൊന്നും മാറിയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോ, ദൈവവേലയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോ അപമാനങ്ങൾ, സഹനങ്ങൾ ഉണ്ടാകുമെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്, നീ കർത്താവിൽ അഭിമാനം കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ.
1 കൊറിന്തോസ് 1:31 എടുക്കാം. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 31-ാമത്തെ തിരുവചനം. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. വചനം എഴുതി വെച്ചോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ എഴുതിയിട്ടില്ലാത്ത വചനമാണ്. 1 കൊരിന്തോസ് 1:31. വലതുകരമുയർത്തി വീശിക്കൊണ്ടേറ്റ് പറയാം. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കുഞ്ഞേ, ഇന്ന് നിനക്ക് 90-ൽ അല്ലെ 100-ൽ 100 കിട്ടി എന്ന് വിചാരിച്ച് നീ അഭിമാനിക്കണ്ട. ഇല്ലേ, ഫുൾ A+ കിട്ടി എന്ന് വിചാരിച്ച് അഭിമാനിക്കണ്ട. എന്താണ്? നാളെ ചിലപ്പോ അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ലെന്ന് വരും. ഇന്ന് നിനക്ക് 1200-ൽ 1200 കിട്ടി എന്ന് വിചാരിച്ച് ഫ്ലെക്സ് വെക്കണ്ടെന്ന്. നാളെ അതുകൊണ്ട് നിനക്ക് ഒരു ഗുണം ഉണ്ടായില്ലെന്ന് വരും. ഈ ലോകം തന്ന ഒരു സമ്മാനത്തിനും നീ അമിതമായ പ്രാധാന്യം കൽപ്പിക്കണ്ടെന്ന്. കാരണം നാളെ അതെടുത്ത് നീ വലിച്ചെറിഞ്ഞ് കളയേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പോ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ഹല്ലേലൂയ. ഇന്നും എന്നും എല്ലാ കാലത്തും വിലയുള്ളത് ഒന്നേയുള്ളൂ, അത് കർത്താവാണ്. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ 5 മുതലുള്ള തിരുവചനങ്ങളിൽ, ബൈബിൾ ഉള്ളവർ എടുക്ക്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളിൽ പൗലോസ് പറയാണ്, ഈ ലോകത്തെ കുറിച്ച് അഭിമാനിക്കാനാണെങ്കിൽ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ആള് ചില്ലറക്കാരനല്ല. ഈ ലോകത്തിൽ എനിക്ക് കിട്ടിയ സമ്മാനങ്ങളും കുറിച്ച് പറയാനാണെങ്കിൽ, എന്നിട്ട് പറഞ്ഞു തുടങ്ങാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളെ വേഗം വായിക്കാം. 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരീസയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുൻപിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്നിവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. കൈയടിച്ച് നന്ദി പറയാം. പൗലോസ് പറയുകയാണ്, ഈ ലോകത്തിന്റെ വിജ്ഞാനം, ഈ ലോകത്തിന്റെ ബഹുമാനം, അധികാരം, ആധിപത്യം, സമ്പത്ത് എല്ലാം ഞാൻ ചപ്പും ചവറും പോലെ കണക്കാക്കുകയാണെന്ന്. ഈശോയെ കുറിച്ചുള്ള അറിവ് മറ്റെല്ലാറ്റിനേക്കാളും വിലയുള്ളതാണെന്നേ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മുടെ ഈ ദേവാലയത്തിൽ ധന്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട 2 വൈദികര് കിടക്കുന്നുണ്ട്. ഔറേലിയസ് അച്ഛനും സക്രിയാസ് അച്ഛനും കിടക്കുന്നുണ്ട്. ഈ ലോകത്തിന്റെ പലതും നമുക്കറിയാം. സ്പെയിനിൽ ജനിച്ചു വളർന്ന ഔറേലിയസ് അച്ഛനും സക്രിയാസ് അച്ഛനും അവിടെയുള്ള സുഖങ്ങള്, സൗകര്യങ്ങള് എല്ലാം വിട്ടുപേക്ഷിച്ചിട്ട് ഏകദേശം 1 നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ നാടിനെ ശുശ്രൂഷിച്ച് പിന്നെ ഒരിക്കലും മടങ്ങിപ്പോകാതെയൊക്കെ ഔറേലിയസ് അച്ഛൻ ഒരിക്കലും മടങ്ങിപ്പോയില്ല. അങ്ങനെ മടങ്ങിപ്പോകാതെ ഈ നാട്ടിൽ നിന്ന് ഇവിടെ വൈദികരെ രൂപപ്പെടുത്തി, ഇവിടെ വിശ്വാസ സമൂഹങ്ങളെ രൂപപ്പെടുത്തി, ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് പ്രചാരം നൽകി, അങ്ങനെ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിന് തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചത് എന്തുകൊണ്ടാണ്? അവര് അഭിമാനം കൊണ്ടത് കർത്താവിലാണെന്നേ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കേരള സഭയ്ക്ക് ഇന്നലെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. പ്രിയപ്പെട്ട തിയോഫിനച്ചനെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയ ഒരു വലിയ ദിവസമായിരുന്നു. തന്റെ മറ്റെല്ലാം ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യൻ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, 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 ഈശോയേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അഭിമാനിക്കണമെങ്കിൽ ഏത് കാര്യത്തിൽ അഭിമാനിക്കണം പറയണം. നമ്മൾ അഭിമാനിക്കണമെങ്കിൽ ഒരു കാര്യം ബാക്കി വെച്ചിട്ടുണ്ട്. എന്തിലാണെന്നറിയാവോ? ബലഹീനതയിൽ അഭിമാനിക്കണം. കാരണം എന്താണ്? നമ്മുടെ ബലഹീനതയിലാണ് കർത്താവിന്റെ അപരിമേയമായ ശക്തി വെളിപ്പെടുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ഉം 10-ഉം തിരുവചനങ്ങൾ. 2 Corinthians chapter 12 verse 9 and 10. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ഉം 10-ഉം തിരുവചനങ്ങൾ വായിക്കാം. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്കെന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ടൊടുവിൽ പറയുകയാണ്, ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകളിലാണ് ഈശോ നിറവായി കടന്നു വരുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. വിശുദ്ധ കൊച്ചു ത്രേസ്യ ദൈവഭയത്തെ കുറിച്ച് പഠിപ്പിച്ചത് അങ്ങനെയാണ്. നമ്മളിൽ തന്നെ ആശ്രയിക്കാൻ നമ്മൾ ഭയപ്പെടുന്നതിനെയാണ് ദൈവഭയം എന്ന് പറയുന്നത്. ഒന്ന് പറഞ്ഞേ, നമ്മളിൽ തന്നെ ആശ്രയിക്കാൻ നമ്മൾ ഭയപ്പെടുന്നതിനെയാണ് ദൈവഭയം എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മളിൽ ആശ്രയിക്കാൻ ഒന്നുമില്ല. ഈശോയെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 15:5, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഈ അവബോധമാണ് ദൈവഭയം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഇത് 3 അച്ഛൻ ഇന്നലെ പറഞ്ഞതാണ്. റിവിഷൻ പറഞ്ഞപ്പോ കുറച്ച് കൂടിപ്പോയി എന്നുള്ളൂ. നമ്മൾ 4-ാമത്തെ പോയിന്റിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവഭയമുള്ളവർ നാവിനെ നിയന്ത്രിക്കുന്നു. അച്ഛൻ ഇത് പഠിപ്പിക്കുന്നത് മുഴുവൻ 34-ാം സങ്കീർത്തനത്തെ അടിസ്ഥാനമാക്കി മാത്രമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നാവിനെ നിയന്ത്രിക്കുന്നു. 34-ാം സങ്കീർത്തനം എടുക്കാം. 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കാം. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പൊങ്ങച്ചം പറയാറുള്ളവരാണ്. ആണോ അല്ലയോ? അതെ. പൊങ്ങച്ചം പറയാത്തവരൊന്ന് കൈവക്കേ. അത് തന്നെ ഒരു പൊങ്ങച്ചമാണ്. ഞാനൊരു പൊങ്ങച്ചം. ഹല്ലേലൂയ, അല്ലേ? അമ്മ ത്രേസ്യ അങ്ങനെ അഹങ്കാരമില്ലാത്തവരൊന്ന് കൈവക്കേ. ഇപ്പൊ ആരും ഇല്ല കേട്ടോ. എളിമയുള്ളവരൊന്ന് കൈവക്കിയേ.
ഓക്കെ, കുറച്ചു പേരുണ്ട്. അമ്മ ത്രേസ്യ പറഞ്ഞിരിക്കുന്നതാണ്, എളിമയുള്ളവര് തങ്ങൾക്ക് എളിമയുണ്ടെന്ന് പറയുകയില്ലെന്നാ പറഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അശുദ്ധ ഭാഷണം, നാവിനെ വ്യർത്ഥമായി ഉപയോഗിക്കുന്ന രീതിയിലുള്ള പൊങ്ങച്ചം, മറ്റുള്ളവരെ കുറിച്ച് ഒരു കുറ്റവും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തവരെന്ന് കൈവക്കി. എന്ത് പറയുമ്പോഴും ഒരു വല്യമ്മച്ചി ഇതിങ്ങനെ കാണിക്കുന്നു. എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിഞ്ഞുകൂടാ. കൈ പൊക്കിയതാണോ അല്ലേ? അമ്മ ത്രേസ്യ പറയാണ്, ശ്രദ്ധിച്ചോ, ഞാൻ ഇതുവരെ ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല എന്ന്. ഒന്ന് കൈയടിച്ചേ. അങ്ങനെ ഇതുവരെ ആരുടെയും കുറ്റം പറഞ്ഞതായി ഓർക്കാത്തവരൊന്ന് കൈവക്കിയേ. മറവി രോഗം ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ? ഒരു ദിവസം നമ്മളൊന്ന് കണക്കെടുത്താൽ ഒരു ദിവസം ഇന്ന് എത്ര പേരുടെ കുറ്റം പറഞ്ഞു എന്ന് ആലോചിച്ച അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, നിനക്ക് ദൈവഭയമുണ്ടെങ്കിൽ നീ എന്തു ചെയ്യും? നിന്റെ നാവിനെ നിയന്ത്രിക്കും. വ്യാജഭാഷണ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും. ഒരു ദിവസം ഒരു കൊച്ചു വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ്? എനിക്ക് തെറി പറയുന്ന ശീലമുണ്ടെന്ന്. വായ തുറന്ന തെറി പറ. ഒരാള് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം, ഇവിടെയാണോ അല്ലെങ്കിൽ വേറെ എവിടെയാണെന്ന് അച്ഛൻ ഓർക്കുന്നില്ല, എന്തായാലും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര പിറുപിറുപ്പ് വരും. ആരോടും ഇതൊന്നുമില്ല, എന്തെങ്കിലും കേട്ട് കഴിയുമ്പോ ആരെക്കുറിച്ചെങ്കിലുമൊക്കെ പിറുപിറുക്കുകയും വളരെ മോശമായിട്ട് ശപിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു ദിവസം ഒരു അമ്മായിയമ്മ മരുമകളെ ശപിക്കാണ്, നീ വിധവയായി പോടി. അമ്മായിയമ്മ മരുമകൾ എന്തു പറഞ്ഞാ ശപിച്ചത്? അപ്പൊ എന്താ ഉദ്ദേശിച്ചത്? മകൻ മരിച്ചാലല്ലേ മരുമകള് വിധവയാവുള്ളൂ. അതൊന്നും ഓർക്കുന്നില്ല. ശപിച്ചപ്പോ ശപിക്കും. കേട്ടിട്ടില്ലേ, കെട്ടിയാൻ ചത്താലും മരുമകളുടെ കണ്ണീര് കണ്ടാ മതി. അതെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ശപിക്കുന്ന ആളുകളുണ്ട്. ഒരു വല്യമ്മ തളർന്നു കിടക്കാണ്, കൈ അനങ്ങുന്നില്ല, കാലനങ്ങുന്നില്ല, ആകെ നാവേ അനങ്ങുന്നുള്ളൂ. അപ്പൊ മരുമകള് ഈ വല്യമ്മയ്ക്ക് കാലത്ത് തന്നെ ചായയൊക്കെ കൊടുത്തിട്ട് പള്ളിയിലേക്ക് തിരക്ക് പിടിച്ച് അവിടെ കുർബാന തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോ ചായയൊക്കെ കൊടുത്ത് അമ്മച്ചി പോയിട്ട് വരാം, വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെയാണ് കാലത്ത് 6:30 മുമ്പ് തന്നെ ചായയൊക്കെ കൊടുത്തു. അപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോ, നീയൊന്നും ഗുണം പിടിക്കൂലടി, നീയൊന്നും, ആകെ നാവേ അനങ്ങുന്നുള്ളേ, കയ്യും കാലൊന്നും അനങ്ങുന്നില്ല. എന്നിട്ടും ആ അനങ്ങുന്ന നാവ് വെച്ച് ശാപത്തിന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് വചനമാണോ, വാക്കുകളാണോ, വാർത്തകളാണോ? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാർത്തകളാണോ, വചനമാണോ? നമ്മുടെ ഒരു പാട്ടിങ്ങനെയുണ്ട്, ഈശോയെ എന്റെ വാക്കുകളെ വചനങ്ങളാക്കണമേ എന്ന്. ഒരു പ്രാർത്ഥന ഇങ്ങനെയുണ്ട്, ഈശോയെ എന്റെ അധരത്തെ നീ ഭക്ഷിക്കണമേ, നിന്റെ അധരമാക്കണമേ. നീ സംസാരിച്ചതുപോലെ സൗമ്യതയോടെ സംസാരിക്കാൻ, പ്രവാചക ധീരതയോടെ പ്രഘോഷിക്കാൻ, ജ്ഞാനത്തിന്റെ നിറവിൽ നിന്ന് പഠിപ്പിക്കാൻ, തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ, വിശുദ്ധമായത് മാത്രം സംസാരിക്കാൻ, അനുഗ്രഹിക്കാൻ, ആശീർവദിക്കാൻ കൃപ നൽകണമേ എന്നതാണ് ആ പ്രാർത്ഥന. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. ഒന്ന് പറഞ്ഞേ, ഈശോയേ, ഈശോയേ. വരാ, എല്ലാവരും നേരിട്ട് ചൊല്ലിയേ, ഈശോയേ എന്റെ അധരത്തെ നീ ഭക്ഷിക്കണമേ, നീ ഭക്ഷിക്കണമേ, നിന്റെ അധരമാക്കണമേ, നിന്റെ അധരമാക്കണമേ. നീ സംസാരിച്ചതുപോലെ സൗമ്യതയോടെ സംസാരിക്കാൻ, പ്രവാചക ധീരതയോടെ പ്രഘോഷിക്കാൻ, ജ്ഞാനത്തിന്റെ നിറവിൽ നിന്ന് പഠിപ്പിക്കാൻ, തീഷ്ണത
തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ വിശുദ്ധമായത് മാത്രം സംസാരിക്കാൻ അനുഗ്രഹിക്കാൻ ആശ്വസിപ്പിക്കാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ. നമ്മുടെ നാവ് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായത് മാത്രം സംസാരിക്കാനുള്ളതാണ്. ഈശോയുടെ നാവായി തീരാനുള്ള നാവാണ്. ഈ ലോകത്തിന്റെ ചർച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള നാവല്ല. ഇന്നലെ നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മൾ ഒരു കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്, ഡോണ്ട് സ്പീക്ക് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്, സ്പീക്ക് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. At least have the desire to speak only for the glory of God. ദൈവമഹത്വത്തിന് വേണ്ടി മാത്രം തുറക്കപ്പെടുന്ന ഒരു അധരമായി നിന്റെ അധരം മാറട്ടെ. എമ്മാവൂസിലേക്ക് പോയിക്കൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ അടുത്തുകൂടെ ഈശോ സഞ്ചരിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? എന്താണ് ചോദിച്ചത്? നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? തൊഴിലുറപ്പിന് പോകുന്നവരുണ്ടോ? ഉണ്ടാവും, ഉണ്ടല്ലേ? കുടുംബശ്രീക്കാർ കുറച്ച് പേരൊക്കെ കൈ പൊക്കിയിട്ടുണ്ട്. തൊഴിലുറപ്പിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു പല ജോലികൾക്ക് പോകുന്നവരുണ്ട്, പല ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂടിയിരുന്ന് സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈശോ അടുത്ത് വന്നിട്ട് നമ്മളുടെ 2 പേര് 3 പേര് ഇരുന്ന് വട്ടം കൂടി വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ ഈശോ വന്നിട്ട് ചോദിക്കുകയാണേ, നിങ്ങളിത് എന്തിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്? എന്തുത്തരം പറയും? നമ്മൾ സംസാരിക്കുന്ന കാര്യം ഈശോയ്ക്ക് കേൾക്കാൻ പറ്റിയ കാര്യമാണോ എന്നാണ് ചോദ്യം. നമ്മൾ സംസാരിക്കുന്ന ആ ചർച്ചയിൽ ഈശോയ്ക്ക് ഇടപെടാൻ പറ്റുമോ? അല്ലേ? ചില മുതിർന്ന ആളുകൾ വരുമ്പോ സംസാരിച്ചുകൊണ്ടിരുന്നവര് ഒന്നും മിണ്ടുന്നില്ല, ഒന്നും പറയാനില്ല. എന്തൊരു ചൂട്! പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അച്ഛൻ മന്ന കണ്ടു കഴിഞ്ഞപ്പോ എന്തൊരു ചൂട് ഇപ്പൊ ഉണ്ടായല്ലേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നീ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് കർത്താവ് ചോദിക്കും. ഇന്ന് നീ പറയുന്ന ഓരോ വാക്കിനും ഉത്തരം പറയേണ്ടി വരുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവഭയമുള്ളവർ 34-ാം സങ്കീർത്തനം 13-ാമത്തെ തിരുവചനം പറയുകയാണ്, അവർ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ. യാക്കോബ് ശ്ലീഹ, അടുത്ത വചനം എഴുതിക്കോ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ തിരുവചനം. യാക്കോബ് 1:26 വായിക്കാം. താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. ഹല്ലേലൂയ. ഒരാള് പള്ളി പോകുന്നുണ്ട്, 2-3 മണിക്കൂർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വായെ തോന്നിയത് പറയുന്നുണ്ട്. അത് ശരിയാവില്ല എന്നാണ് വചനം പറയുന്നത്. അത് നടക്കില്ല. നീ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാളാണോ? അതെ. അത് ചെയ്യാതെ നീ വീട്ടിൽ ഇരിക്കുമ്പോഴും, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ നടത്തുമ്പോഴും, അല്ലെങ്കിൽ നിന്റെ മക്കളോട് സംസാരിക്കുമ്പോഴും, നിന്റെ മകനോട്, നിന്റെ മകളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മാതാപിതാക്കളോട് സംസാരിക്കുമ്പോഴും നിന്റെ അധരം വിശുദ്ധമായിരിക്കണം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, 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 ഈശോയേ. പ്രിയപ്പെട്ടവരെ, 5-ാമത്തേത്, ദൈവത്തെ ഭയപ്പെടുന്നവരുടെ 5-ാമത്തെ കാര്യം, തിന്മയെ വെറുത്തുപേക്ഷിക്കുന്നു. 34-ാം സങ്കീർത്തനം 14-ാമത്തെ തിരുവചനം വായിക്കാം. തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ. മതി. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നവർ എന്ത് ചെയ്യും? തിന്മയിൽ നിന്ന് അകലും, തിന്മയെ വെറുത്തുപേക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാവോ,
2025 എത്ര കുഞ്ഞുങ്ങളെയാണ് ഉദരത്തിൽ വെച്ച് കൊന്നതെന്നറിയാവോ? 7,30,00,000 കുഞ്ഞുങ്ങളെയാണ് ഉദരത്തിൽ വെച്ച് നമ്മൾ കൊന്നുകളഞ്ഞതെന്ന്. കോവിഡ് വന്ന് മരിച്ചത് എത്ര പേരാണ്? അതിനേക്കാളൊക്കെ എത്രയോ ചെറിയ സംഖ്യയാണ്. 1.5 കോടി എന്ന് പറയുന്നവരുണ്ട്. ഒഫീഷ്യലായിട്ട് 1.5 കോടി എന്ന് കണക്കുണ്ട്. അൺഒഫീഷ്യലായിട്ട്, അതായത് 2020 മുതൽ 21 അവസാനം വരെയുള്ള ഒരു കോവിഡ് കാലഘട്ടത്തിൽ 2.5 കോടിയോളം പേര് മരിച്ചു. പക്ഷേ 2025 എന്ന് പറയുന്ന ഒരു വർഷത്തിൽ മാത്രം നമ്മൾ മനഃപൂർവ്വം ഉദരത്തിൽ വെച്ച് 7,30,00,000 കുഞ്ഞുങ്ങളെ കൊന്നു. വചനം പറയുകയാണ്, തിന്മയിൽ നിന്നകന്ന് നിൽക്കുക. ക്യാൻസർ വന്ന് മരിച്ചത് വെറും 1 കോടിയാണ്. നമുക്ക് പേടി ക്യാൻസറിനെയാണ്, നമുക്ക് പേടി കോവിഡിനെയാണ്, നമുക്ക് നമ്മുടെ തന്നെ പ്രവർത്തികളെ പേടിയില്ലെന്നേ. പാമ്പ് കടിച്ച് മരിച്ചതിനെ പേടിയാണ്, സൂര്യാഘാതം വന്നതിനെ പേടിയാണ്, പടക്ക നിർമ്മാണശാല പൊട്ടിത്തെറിച്ച് മരിച്ചതിനെ കുറിച്ച് നമുക്ക് പേടിയാണ്. കാരണം മരണം സംഭവിക്കുന്നു. ഉരുൾപൊട്ടൽ നടന്നതിനെ നമുക്ക് പേടിയാണ്. പ്രളയത്തെ നമുക്ക് പേടിയാണ്. പ്രളയത്തിൽ മരിച്ചത് കേവലം 500 പേരാണ്. നമ്മൾ മനുഷ്യർ കൊന്നത് 7,30,00,000. തിന്മയിൽ നിന്നാരകന്ന് നിൽക്കും? തിന്മയിൽ നിന്നകന്ന് നിൽക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, തിന്മയിൽ നിന്നകന്ന് നിൽക്കുക എന്നതാണ് ദൈവഭയമുള്ളവന്റെ പ്രവൃത്തി. ഇന്ന് ഒരു ഭാര്യയും ഭർത്താവും കൂടി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അപ്പൻ ഇറക്കി വിട്ടു. അപ്പനും അമ്മയും കൂടെ ഇറക്കി വിട്ടു. കാരണം അവർക്ക് സമാധാനമായിട്ട് ജീവിക്കുന്നതിന് ഞങ്ങൾ ശല്യമാണത്രേ. പ്രിയപ്പെട്ടവരെ, തിന്മ എന്ന് പറയുമ്പോ 3 പ്രധാനപ്പെട്ട തിന്മകളെ കുറിച്ച് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 തിന്മകൾ? ഏറ്റവും പ്രധാനപ്പെട്ട തിന്മ ഏതാണ്? അല്ലെങ്കിൽ മറിച്ച് ചോദിക്കാം, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അതാണ് 1-ാം പ്രമാണം. പക്ഷെ പലരും മന്ത്രവാദത്തിന്റെ പിറകെ പോകുന്നു, ആഭിചാരത്തിന്റെ പിറകെ പോകുന്നു, നിരീശ്വരവാദത്തിന്റെ പിറകെ പോകുന്നു. നിരീശ്വരവാദികളായിട്ടുള്ള ആരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ പള്ളിയിൽ വരികയും പിന്നെ മന്ത്രവാദം, ആഭിചാരം, കൂടോത്രം ആരോ ചെയ്തു വെച്ചിട്ടുണ്ട്, വീടിരിക്കുന്ന സ്ഥലം തെറ്റാണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുകയും അതിന്റെ പിറകെ നടക്കുകയും ചെയ്യുന്ന എ കൈൻഡ് ഓഫ് ഡിനയൽ ഓഫ് ഗോഡ്. എന്താണത്? ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയും ആ കുരിശ് മരണത്തെ നിഷേധിക്കാൻ ഈ ഭൂമിയിലോ പരലോകത്തിലോ ഉള്ള ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ് 1-ാം പ്രമാണം. പക്ഷേ നമ്മൾ ഭയപ്പെട്ട് നടക്കുകയാണ്. ആരോ എനിക്കെതിരെ എന്തോ ചെയ്തിട്ടുണ്ട്, ഞാൻ തീർന്നു. നിന്നോടാരാണ് കുഞ്ഞെ പറഞ്ഞത് നിന്നെ നശിപ്പിക്കാൻ വേറൊരാൾക്ക് കഴിയുമെന്ന്? Who told you that? ഇന്ന് ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചപ്പോ അവര് പറഞ്ഞു വീട്ടിൽ എന്തോ ബുദ്ധിമുട്ട്, 1-2 പേർക്ക് ഇടക്കിടക്ക് രോഗം വന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് ഒരു സഹോദരി കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല. നിങ്ങൾ വേറെ വാടകക്ക് പോയിട്ട് പോലും കാര്യമില്ല. ഇത് നിങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം നിങ്ങൾ രക്ഷപ്പെടുകയില്ല. അപ്പൊ എന്തു വേണം? അച്ഛനൊന്ന് പ്രാർത്ഥിക്കച്ചോ, ആ വീടും സ്ഥലവും ഒന്ന് വേഗം വിറ്റുപോകാൻ.
കാരണം അവിടെ താമസിക്കുന്നിടത്തോളം രക്ഷപ്പെടുകയില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനെയാണ് നിഷേധിച്ചത്? എന്നെ രക്ഷിക്കാൻ എന്റെ കർത്താവ് കുരിശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന വിശ്വാസ പ്രമാണത്തിന്റെ ലംഘനമാണ് നീ ഇപ്പോ കേട്ടത്. എന്താണ്? ഞങ്ങൾ താമസിക്കുന്ന വീടും സ്ഥലവും വിറ്റുപോകാതെ ഞങ്ങൾ രക്ഷ പ്രാപിക്കുകയില്ല. അപ്പോ ഈശോ കുരിശിൽ മരിച്ചത് വെറുതെ. അല്ലെങ്കിൽ നിന്നോടൊരാൾ പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ആരോ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്, അത് എടുത്തു കളയാതെ നിങ്ങൾ രക്ഷ പ്രാപിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഈശോ കുരിശിൽ മരിക്കേണ്ട കാര്യമില്ലായിരുന്നു. എല്ലാവരോടും JCB മേടിച്ചിട്ട് കുഴിച്ചിട്ടത് എടുത്തു കളയാൻ പറഞ്ഞാൽ മതി, അല്ലേ? ഓരോ പള്ളിയിലും ഓരോ കുരിശ് വെക്കേണ്ട ആവശ്യമില്ല, JCB വെച്ചാൽ മതി. കുഴിച്ചിട്ടത് എടുത്തു കളഞ്ഞ രക്ഷ പ്രാപിക്കും. അച്ഛൻ ആലപ്പുഴയിൽ ഒരു സ്ഥലത്ത് ധ്യാനം നടത്തിയപ്പോൾ അവര് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ ഞങ്ങളുടെ സെപ്റ്റി ടാങ്ക് മാറ്റി പണിയണമെന്ന് പറഞ്ഞിരിക്കുക. അത് കന്നിമൂലയിലാണ് പോലും. അത് മാറ്റി പണിയുമ്പോ നിങ്ങൾ രക്ഷ പ്രാപിക്കുമെങ്കിൽ നിങ്ങളുടെ രക്ഷ വന്നത് എവിടെ നിന്നാണ്? അപ്പോൾ പ്രിയപ്പെട്ടവരെ, അച്ഛന് നിങ്ങളോട് ആവർത്തിച്ചോർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, രക്ഷ പ്രാപിക്കാൻ നിങ്ങൾ ഒന്നും എടുത്തു കളയേണ്ടതില്ല. എഴുതി വെച്ചു. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വചനം പറഞ്ഞിട്ടുള്ളത്? കർത്താവ് ഈശോ മിശിഹായിൽ വിശ്വസിക്കുക, അവനോട് ചേർന്ന് നിൽക്കുക, അവനെ അള്ളിപ്പിടിക്കുക, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. ആകാശത്തിന് കീഴെ മനുഷ്യരാശിക്ക് വേണ്ടി, ഈ ഭൂമിയിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുനാമമല്ലാതെ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ നീ എല്ലാ ഭയങ്ങളിലും, നിനക്ക് യഥാർത്ഥത്തിൽ ദൈവഭയമുണ്ടെങ്കിൽ നീ ഈ ലോകത്തെയോ അതിലുള്ള മനുഷ്യരെയോ ഭയപ്പെടേണ്ട ആവശ്യമില്ല. രക്ഷ പ്രാപിക്കാൻ നീ എടുത്തു കളയേണ്ടത് ഈ ഭൂമിയിൽ ചുറ്റുപാടുള്ളവരല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ചുറ്റുപാടും അന്യമതസ്ഥരാണ്, അല്ലെങ്കിൽ അവരുടെ ആരാധനാ കേന്ദ്രങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അതൊന്നുമല്ല എടുത്തു മാറ്റേണ്ടത്. എടുത്തു മാറ്റേണ്ടത് നിന്റെ ഉള്ളിലുള്ള പാപമാണ്. ഈശോ എടുത്തു മാറ്റാൻ പറഞ്ഞിരിക്കുന്നത് ഉള്ളിലുള്ള പാപത്തെയാണ്, പാപത്തോടുള്ള സ്നേഹത്തെയാണ്. എടുത്തു മാറ്റേണ്ടത് തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുക. ഒരാൾ വീട് പൊളിച്ചു പണിയാൻ തയ്യാറാണ്. അച്ഛാ, വീട് പൊളിച്ചു പണിയാൻ തയ്യാറാണ്, അച്ഛൻ പറഞ്ഞാ മതി. അച്ഛൻ പറഞ്ഞു, ചേട്ടൻ വീടൊന്നും പൊളിച്ചു പണിയണ്ട, ആ കള്ളുകൂടി ഒന്ന് നിർത്തിയാൽ മതി. അയ്യോ അച്ഛാ, അത് പറയരുത്. വാതിലിരിക്കുന്ന സ്ഥലത്ത് ജനലെടുത്ത് വെക്കാനും ജനലിരിക്കുന്ന സ്ഥലത്ത് വാതിലെടുത്ത് വെക്കാനും ചേട്ടൻ തയ്യാറാണ്. അതൊന്നും മാറ്റണ്ട, സ്വഭാവം മാറ്റിയാ മതി. സ്വഭാവം മാറ്റാൻ പ്രയാസമാണ്. അടുക്കള ഇരിക്കുന്ന സ്ഥലത്ത് ബെഡ്റൂം ഇരിക്കുന്ന സ്ഥലത്ത് അടുക്കളയും കൊണ്ടുവച്ചാൽ നീ രക്ഷപ്പെടോ? ഇല്ല. നീ രക്ഷപ്പെടണമെങ്കിൽ നിന്റെ ഹൃദയത്തിലുള്ള സ്ഥാനങ്ങൾ മാറ്റണം. ഹൃദയത്തിലെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ ഈ ലോകത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് ഈ ഭൂമിയിലുള്ള വീടിന്റെ സ്ഥാനം മാറ്റിക്കളിക്കുന്ന മരമണ്ടന്മാരായി മാറുകയാണ് വിശ്വാസികൾ എന്ന് പറയുന്ന നമ്മൾ. ബുദ്ധി കൂടുന്നു, അറിവ് കൂടുന്നു, പണം കൂടുന്നു, അതിന്റെ കൂടെ ബോധക്കേട്, വിവരക്കേട് കൂടുന്നു, അന്ധവിശ്വാസങ്ങൾ, അബദ്ധധാരണകൾ കൂടുന്നു. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ബ്രദർമാര് വന്നിട്ട് കുഴിച്ചെടുത്തിട്ട് പറഞ്ഞു, ഇതിൽ 5000 ആത്മാക്കളെ ആവഹിച്ചു വെച്ചിരുന്നത് കൊണ്ടാണ് നിങ്ങൾ രക്ഷ പ്രാപിക്കാത്തത്. ഒരു തകിടിൽ 5000 ആത്മാക്കളെ ആവഹിച്ചിട്ട് മുറ്റത്ത് കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു പോലും. അപ്പോ ഞങ്ങൾ അതെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അവസാനം ചാർജ് 1,00,000 രൂപ. ഇവര് ഞെട്ടി. അപ്പൊ അവര് പറഞ്ഞു, 1,00,000 കൂടുതലൊന്നുമല്ല, 5000 ആത്മാക്കളെയാണ് എടുത്തു കളഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു ആത്മാവിന് എത്ര രൂപ വെച്ചാ ആയി ചേട്ടാ? 20 രൂപയല്ലേ ആയുള്ളൂ. നിസാരം. വണ്ടിക്കാശ്, ഒരു ആത്മാവിന് വണ്ടിക്കാശ് 20 രൂപ വെച്ച് 5000 ആത്മാക്കൾക്ക് വണ്ടിക്കാശ് 1,00,000.
ഇവര് തന്നെ കൊണ്ടുവന്ന തകിട. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നീ തിന്മയെ വെറുത്തുപേക്ഷിക്കുക, തിന്മയെ വെറുത്തുപേക്ഷിക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. തിന്മയെ നമ്മൾ ഈ അബോർഷൻ നടത്തുന്നത്, IVF-ന് പോകുന്നത്, പ്രോണോഗ്രഫി കാണുന്നത്, നമ്മൾ 1-ാം പ്രമാണം ലംഘിക്കുന്നത്, 2-ഉം 3-ഉം പ്രമാണങ്ങൾ ലംഘിക്കുന്നത്, വിശുദ്ധമായ ദിനങ്ങളെ അശുദ്ധമായി ആചരിക്കുന്നത്, കല്യാണവും മാമോദിസയും കുർബാനക്കൊള്ളപ്പാടും പള്ളിപ്പെരുന്നാളും ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ മദ്യം വിളമ്പി അശുദ്ധമാക്കുന്ന ആ വിശുദ്ധ ദിനങ്ങളെ അശുദ്ധമാക്കിക്കൊണ്ടുള്ള ഏർപ്പാട്, തിന്മ, അതിനെ വെറുത്തുപേക്ഷിക്കുക. തിരുനാളുകളെ അശുദ്ധമാക്കുന്ന രീതിയിൽ ഈ പള്ളിമുറ്റത്ത് അഴിഞ്ഞാട്ടങ്ങൾ നടക്കുന്നുണ്ടെന്നേ മഞ്ഞമ്മക്കാരോടാണ് അച്ഛൻ പറയുന്നത്. തിരുനാളിന്റെ പേര് പറഞ്ഞ് ഇവിടെ പന്തലിട്ട് ഇവിടെ സ്റ്റേജ് കെട്ടി അഴിഞ്ഞാട്ടം നടത്തുന്ന തിന്മ നിർത്തിക്കോ. ഓരോ വർഷവും ഗാനമേളയെന്നും അതും ഇതുമെന്നും പറഞ്ഞ് ഇവിടെ പാട്ടുമൊക്കെ നടത്തുന്നു. പാട്ട് നല്ലതാണ്, ഗാനമേള നല്ലതാണ്, അതിന്റെ പേരും പറഞ്ഞ് തല്ല് നടത്തുന്നില്ലേ? തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യാൻ പഠിക്കണം. ഞങ്ങൾക്ക് ആഘോഷം വേണം. എങ്ങനെ ആഘോഷം വേണമെന്ന്? ദൈവഭയത്തോടുകൂടെയുള്ള ആഘോഷമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവഭയമില്ലാത്ത ആഘോഷങ്ങളെ ദൈവം വെറുക്കുന്നു. ആർത്ഥത്തിൽ അച്ഛൻ കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ചില തിരുനാളുകൾ ദൈവം വെറുക്കുന്ന തിരുനാളുകളാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ടെന്നേ. ദൈവം ഇഷ്ടപ്പെടുന്ന രീതിയിൽ തിരുനാൾ നടത്തുന്നവനാണ് ദൈവഭയമുള്ളവൻ. തിരുനാളിന്റെ പേര് പറഞ്ഞ് വീട്ടിൽ മദ്യസൽക്കാരം നടത്തിയവൻ ആരെയാണ് ഭയപ്പെടുന്നത്? ആരെയാണ് പ്രീതിപ്പെടുത്തിയത്? ആരുടെ ആഘോഷമാണ് നടത്തിയത്? സ്വർഗത്തിന്റെ ആഘോഷമാണോ അത് നരകത്തിന്റെ ആഘോഷമാണോ? നിന്നെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന തിരുനാളാണോ നിന്നെ നരകത്തിലേക്ക്, നിന്നെ കൂടുതൽ ഒരു നരകസന്തതിയാക്കി മാറ്റുന്ന രീതിയിലാണോ നീ തിരുനാൾ ആഘോഷിച്ചത്, ക്രിസ്തുമസ് ആഘോഷിച്ചത്, ഈസ്റ്റർ ആഘോഷിച്ചത്? തിന്മയെ വെറുക്കണം. കണ്ണുകളടക്കണം.